പരുന്തുംപാറയിൽ അനധികൃതമായി സ്ഥാപിച്ച കുരിശു പൊളിച്ച് കയ്യേറ്റം ഒഴിപ്പിക്കലിൽ റവന്യൂ വകുപ്പിന്റെ ആദ്യ നടപടി. മാതൃഭൂമി ന്യൂസ് പുറത്തുകൊണ്ടുവന്ന കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന് പിന്നാലെയാണ് അനധികൃതമായി കുരിശ് സ്ഥാപിച്ചത്. ഇതും മാതൃഭൂമി ന്യൂസ് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകാനായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഒടുവിൽ ഇടപെടലുണ്ടാകുന്നു. ആ അനധികൃത കയ്യേറ്റത്തിൽ സ്ഥാപിച്ച അനധികൃത നിർമ്മാണം കുരിശ് നിലംപൊത്തിയിരിക്കുന്നു. പക്ഷേ സജിത് ജോസഫിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അക്കാര്യത്തിൽ ഇതുവരെയും ഒരു മറുപടിയുമില്ല, വ്യക്തതയുമില്ല. ഇതൊരൊറ്റ വിഷയം മാത്രമാണ്. ഇതുപോലെ ഒരുപാട് അനധികൃത കയ്യേറ്റങ്ങളുണ്ട്. എന്ത് നടപടി സ്വീകരിക്കുമെന്ന് ഇനി കണ്ടറിഞ്ഞ് തന്നെ കാണേണ്ട വിഷയമാണല്ലേ? ഇതുവരെ പരുന്തുംപാറയിലെ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടായിട്ടില്ല. ആദ്യ നടപടി ഇപ്പോൾ ഉണ്ടായത് ഈ കുരിശ് പൊളിക്കൽ മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കയ്യേറ്റങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ആ കയ്യേറ്റങ്ങളുടെ കാര്യത്തിൽ ശക്തമായ നടപടികളുടെ അഭാവം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു കുരിശ് സ്ഥാപിച്ച് ആ വാർത്ത പുറത്തേക്ക് വന്ന മണിക്കൂറുകൾക്കകം തന്നെ റവന്യൂ വകുപ്പ് ഇതിൽ ഇടപെടുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴത്തെ നടപടി ഇനി തുടർന്നു പോകേണ്ടതുണ്ട്. അതിന് എത്രമാത്രം സജ്ജമാണ് ഇപ്പോഴത്തെ റവന്യൂ സംവിധാനങ്ങൾ എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയാനുള്ളത്. ഇപ്പോൾ ഇടുക്കി ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിലൊരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ്. റവന്യൂ സംഘവുമുണ്ട്, അതോടൊപ്പം തന്നെ സർവേ സംഘവുമുണ്ട്. ഈ രണ്ട് ടീമും പാരലായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് റവന്യൂ സംഘം ഭൂമിരേഖകളുടെ പരിശോധനകൾ നടത്തുന്നു, മറുവശത്ത് സർവേ സംഘം ഓരോ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തി അതിൻ്റെ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നു. അതായത് പട്ടയത്തിലുള്ള ഭൂമി തന്നെയാണ് പലരും കൈവശം വച്ചിരിക്കുന്നത്. അനധികൃതമായി കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ കുരിശ് പൊളിച്ചതിൽ ഒതുങ്ങരുത് നടപടി, അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കുരിശിന്റെ കാര്യത്തിൽ ശക്തമായ നടപടിയിലേക്ക് വന്നത് രാവിലെ തന്നെ മാതൃഭൂമി ന്യൂസ് ഇതിന്റെ വ്യക്തത ഇക്കാര്യത്തിൽ വരുത്തിയിരുന്നു. അതായത് ഈ കുരിശ് സ്ഥാപിച്ചത് ആസൂത്രിതമായി ആണ് എന്നത് ദൃശ്യങ്ങൾ സഹിതം മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ട കാര്യമാണ്. കാരണം ഫെബ്രുവരി 24 നമ്മൾ ഇവിടെ എത്തി ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ കുരിശ് സ്ഥാപിച്ച സ്ഥലത്ത് അവിടെ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തിയും ഉണ്ടായിരുന്നില്ല. തേയിലച്ചെടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് തേയിലച്ചെടികളൊക്കെ വെട്ടിമാറ്റി ഈ കുരിശ് പെട്ടെന്ന് അവിടെ സ്ഥാപിച്ചത്. പ്രത്യേകിച്ച് സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികളിലേക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് പോകുമെന്നൊരു ഘട്ടമെത്തിയപ്പോഴാണ് അവിടെ കുരിശെത്തിയത്. എന്തായാലും പാപ്പാത്തിച്ചോല പോലെ ഈ വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാതെ തന്നെ റവന്യൂ വകുപ്പ് അടിയന്തരമായ ഒരു നടപടിയിലേക്ക് പോയി. അത് സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികൾ ഇവിടെ ഒതുങ്ങാൻ പാടില്ല. മറ്റ് സർക്കാർ ഭൂമി ആരൊക്കെ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ, അവർക്കെതിരെ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചവരാരൊക്കെ ഉണ്ട്, അവർക്കെതിരെയൊക്കെ തന്നെ നടപടികളിലേക്ക് പോകേണ്ടി വരും. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ മനോഹാരിത തന്നെയാണ്. നമുക്ക് എനിക്ക് പിന്നിലുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കാണാം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പൊന്നമ്പലമേട് വരെ കാണാൻ കഴിയുന്ന പരുന്തുംപാറയിലെ വ്യൂ പോയിന്റാണ് എനിക്ക് പിന്നിലുള്ള. അത്തരത്തിൽ നയനമനോഹരമായൊരു കാഴ്ചയുള്ളൊരു സ്ഥലത്താണ് ഇത്തരത്തിൽ സർക്കാർ ഭൂമിയിൽ അനധികൃത കയ്യേറ്റങ്ങളും വൻകിട കെട്ടിട നിർമ്മാണങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുള്ളത്. അതെന്തായാലും ശക്തമായ നടപടികളിലൂടെ മാത്രമേ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ കഴിയൂ. ഇന്നത്തെ നടപടികൾ റവന്യൂ വകുപ്പ് തുടർന്ന് കൊണ്ടുപോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.